മുഹറം ഒന്നിന്റെ രാവിലോ അല്ലെങ്കിൽ മുഹറം ഒന്നിന്റെ പകലിലോ 113 തവണ ബിസ്മി എഴുതി വെക്കണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്താണ് അതിന് ഇസ്ലാമിൽ ആധികാരികമായി വല്ല തെളിവുമുണ്ടോ? എങ്ങനെയാണ് എഴുതേണ്ടത് എന്നതിനെക്കുറിച്ച് മഹാന്മാര് എന്താണ് പറഞ്ഞത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നാം പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുകയും എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഹുലൈർ ദുനിയാത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിഫായത്തുൽ അമൽ എന്ന് പറയുന്ന കിതാബില് 2ാം വാള്യത്തിൽ അവിടുന്ന് പറയുന്നത് കാണാൻ കഴിയും. അന്ന മൻ ഖതമ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരാൾ എഴുതിയാൽ ഫി അവ്വലി യൗമിൻ മിൻ മുഹറം, മുഹറമിലെ ആദ്യത്തെ ദിവസം ഒരാൾ എഴുതിയാൽ 113 മറ, 113 തവണയാണ് എഴുതേണ്ടത്. വഹമലതുഹു, എന്നിട്ട് ആ എഴുതിയതിന് അവൻ ചുമക്കുകയും വേണം. പല ആളുകളും പറയാറുണ്ട് ഇത് എഴുതിയിട്ട് വീട്ടിലെ ഷോക്കേസിൽ വെച്ചാൽ മതി, അലമാരയിൽ വെച്ചാൽ മതി എന്നൊക്കെ പറയുന്നവരുണ്ട്. അല്ലാഹു അഅലം. കിതാബുകളിൽ കാണുന്നത് ഹമലതുഹു, അതിനെ അവൻ വഹിക്കണമെന്നാണ്. അപ്പോൾ ആ എഴുതിയ 113 തവണ ചെറുതാക്കി എഴുതിയിട്ട് അവൻ കൊണ്ടു നടക്കുന്ന പേഴ്സിലോ അതല്ലെങ്കിൽ ഏലസ് പോലെ ആക്കിയിട്ട് അരയിലോ കെട്ടാൻ വേണ്ടി നാം ശ്രമിക്കേണ്ടതുണ്ട്. കൻസുൻ നജാഹ് എന്ന് പറയുന്ന കിതാബില് അതിന്റെ മുസന്നിഫിന്റെ ഉസ്താദാണ് മഹാനായിരിക്കുന്ന യൂസുഫുൻ നബ്ഹാനി റളിയല്ലാഹു അൻഹു. വലിയ ആശിഖുർ റസൂലാണ്. മഹാനവരുടെ ശിഷ്യന്റെ കിതാബാണ് കൻസുൻ നജാഹ് എന്ന് പറയുന്ന ഗ്രന്ഥം. അബ്ദുൽ ഹമീദ് ബിൻ ഷാഫിഈ റളിയല്ലാഹു അൻഹു എന്നാണ് മഹാനവറുകളുടെ പേര്. മഹാനവറുകളും പറയുന്നത് കാണാം, അന്നമൻ ഖതബ ബസ്മലത, ആരെങ്കിലും ബിസ്മി എഴുതി വെച്ചാൽ ഫി അവ്വലി മുഹറം, മുഹറമിന്റെ ആദ്യത്തിൽ, മുഹറമിന്റെ 1ന്റെ അന്ന് 113 മറ, 113 തവണ എഴുതി വെച്ചാൽ, എഴുതി വെക്കുകയും അതുപോലെ തന്നെ അതിനെ അവൻ ചുമക്കുകയും ചെയ്താൽ, ഹാമിലഹ, അതിനവൻ ചുമക്കുകയും ചെയ്താൽ അവനിക്ക് ആ വർഷം മുഴുവനും വെറുക്കപ്പെടുന്ന ഒരു കാര്യവും അവനെ തൊട്ട് സംഭവിക്കുകയില്ല എന്ന് മഹാനവറുകൾ പറഞ്ഞത് കാണാൻ കഴിയും. ഈ ബിസ്മി എഴുതി വെക്കുന്നതിന്റെ ശ്രേഷ്ഠതകൾ മഹാന്മാര് കിതാബുകളിലൂടെ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അവന്റെ ആ വർഷം മുഴുവനും വെറുക്കപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ അവനിക്ക് സംരക്ഷണം നൽകപ്പെടും. അതുപോലെ തന്നെ അവനിക്ക് ബറക്കത്തുണ്ടാകും, ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരും എന്നൊക്കെ മഹാന്മാര് പഠിപ്പിച്ചത് കാണാൻ കഴിയും. ഇപ്പോൾ നാം ബിസ്മി എഴുതി വെച്ചാലുള്ളതായിരിക്കുന്ന നേട്ടത്തെക്കുറിച്ച് നാം പറഞ്ഞു. ഇനി ബിസ്മി എഴുതേണ്ടത് എങ്ങനെയാണ്? ബിസ്മി എഴുതുന്നതിന് ഓരോ രൂപമുണ്ട്. വിശുദ്ധ ഖുർആനിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കാണുന്നത് പോലെയല്ല നാം ഇതിനു വേണ്ടി ബിസ്മി എഴുതേണ്ടത്. അതിന് മഹാനായിരിക്കുന്ന ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിലെ 1ാമത്തെ വാള്യം 276 പേജിൽ പറഞ്ഞത് കാണാൻ കഴിയും. എഴുതുന്നതിന് ഒരു ഷർത്തുണ്ട്. ആ ഷർത്ത് എന്താണ്? വ അല്ലാ യുഷ്കിലഹ വ അല്ലാ യത്മിസ ഉറൂഫഹ വ അല്ലാ യൻഖുസഹ, അതിന്റെ അക്ഷരങ്ങളെ ചേർത്തി എഴുതാൻ പാടില്ല, അതിന് പുള്ളിക്കുത്തുകൾ നൽകാൻ പാടില്ല, അതിന്റെ ഹർഫുകൾക്ക് പുള്ളിക്കുത്തുകൾ നൽകാതെ അതിന്റെ അക്ഷരങ്ങൾ ചേർക്കാതെയാണ് എഴുതേണ്ടത്. പല ആളുകളും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള 19 അക്ഷരങ്ങളാണ് നാം എഴുതേണ്ടത്. ആ 19 അക്ഷരങ്ങൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ഈ 19 അക്ഷരങ്ങളാണ്. പല ആളുകളും ബാ എനിക്കും യാ എനിക്കും നൂൻ എനിക്കും പുള്ളിക്കുത്ത് നൽകിയിട്ട് എഴുതുന്നത് കാണാറുണ്ട്. മഹാനവറുകൾ പറഞ്ഞത് പുള്ളിക്കുത്ത് നൽകാതെയാണ് എഴുതേണ്ടത് എന്നാണ്. അല്ലാഹു അഅലം. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് എഴുതുന്ന സമയത്ത് ബിസ്മി പറഞ്ഞുകൊണ്ട് പുള്ളിക്കുത്തുകളും അതുപോലെ തന്നെ അക്ഷരങ്ങൾ കൂട്ടാതെയുമൊക്കെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓരോന്ന് എഴുതുന്ന സമയത്തും നാം ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം എഴുതേണ്ടത്. അക്ഷരം തെറ്റാതെ എഴുതണം. ഏത് മഷിയിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇന്ന മഷിയിൽ എഴുതണമെന്നൊന്നും പണ്ഡിതന്മാർ കിതാബുകളിൽ പറഞ്ഞിട്ടില്ല. ഇന്ന പേപ്പറിൽ എഴുതണം, ഇന്ന മഷിയിൽ എഴുതണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വൃത്തിയുള്ള നല്ലൊരു പേപ്പർ എടുത്തുകൊണ്ട് സാധാരണ നാം എഴുതുന്ന ഏത് പേനയാണോ ഉള്ളത് ആ പേന കൊണ്ട് നാം എഴുതുക. വളരെ ചെറുതാക്കി എഴുതിയിട്ട് 113 തവണ എഴുതിയിട്ട് അതിനൊരു ഏൽസ് രൂപത്തിൽ, ഒരു ഐക്കല്ല് രൂപത്തിലാക്കിയിട്ട് നമ്മുടെ ശരീരത്തിൽ
ചുമക്കാൻ പറ്റുന്ന രൂപത്തിലാക്കുക. അതല്ലെങ്കിൽ ചെറുതായി മടക്കിയിട്ട് നമ്മുടെ പേഴ്സിൽ വെക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി നാം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ബിസ്മി എഴുതുന്ന രൂപം ഒന്നുകൂടെ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള 19 അക്ഷരങ്ങൾ. ആ അക്ഷരങ്ങളാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ആ അക്ഷരങ്ങൾ ഓരോന്നും വേറെ വേറെയായിട്ട് എഴുതുകയും പുള്ളിക്കുത്തൊന്നും നൽകാൻ പാടില്ല എന്നാണ് ഷെർവാനിയിൽ ഇമാം അവർകൾ പറഞ്ഞത്. പുള്ളിക്കുത്ത് നൽകാതെ എഴുതണം. അതുപോലെ തന്നെ അക്ഷരങ്ങൾ ചേർക്കാതെ എഴുതണം. ഇവിടെ പല പണ്ഡിതന്മാരും പറഞ്ഞത് കാണാൻ കഴിയും. നമ്മൾ എഴുതുമ്പോൾ മീം, ഹാ ഇതൊക്കെ രണ്ടും അതിന്റെ തലഭാഗം ചേരുന്ന അക്ഷരങ്ങളാണ്. അതിന് ചെറിയൊരു ക്യാപ്പ് ഇട്ടുകൊണ്ട് തട്ടിക്കാതെ എഴുതണം എന്ന് പറഞ്ഞ ഉസ്താദുമാരുമുണ്ട്. അപ്പോൾ നാം അത് ശ്രദ്ധിച്ചുകൊണ്ട് എഴുതുക. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ വീഡിയോ ഇന്ന് തന്നെ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. ഇന്ന് രാത്രി നാളെ പകൽ ആണ് ഇതിന് എഴുതേണ്ടത് എന്ന കാര്യം നാം ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.